വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. അപ്പം നമ്മുടെ സെറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. എക്സാം ഡേറ്റ്, ടെൻറ്റേറ്റീവ് ഡേറ്റ് ഒക്കെ വന്നു അല്ലേ? എല്ലാവരും അറിഞ്ഞു കാണും. ഫെബ്രുവരി 22 ഇതുവരെ അപേക്ഷിക്കാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടാവും അല്ലേ? ഇപ്പോഴും ഉണ്ട്. ഒത്തിരി അധികം കുട്ടികളെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് സംശയങ്ങളിലൂടെയാണ് ഇപ്പോഴും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, കൃത്യമായി പ്രോസ്പെക്ടസിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, കൃത്യമായിട്ട് വായിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പേരിൽ എക്സാം ക്രാക്ക് ചെയ്യാത്ത ഒത്തിരിയധികം കുട്ടികളുണ്ട്. സങ്കടത്തോടു കൂടി, നന്നായിട്ട് പഠിച്ചിട്ട് പോയി എക്സാം എഴുതിയിട്ട് സങ്കടത്തോടു കൂടി വിളിച്ച കുട്ടികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഈ ഡേറ്റുകൾ എന്ന് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 29/10/2025 അല്ലേ? രജിസ്ട്രേഷൻ ക്ലോസിംഗ് ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. 28/11/2025 മിഡ് നൈറ്റ്, നവംബർ മാസം 28 ഇന്ന് ഡേറ്റ് എത്രയായെന്ന് നിങ്ങൾ മനസ്സിലോർക്കുക. ഓൺലൈൻ പേയ്മെന്റ് ഓഫ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് 30/11/2025 മിഡ് നൈറ്റ് വരെയാണ്, നവംബർ 30 വരെയാണ്. എഡിറ്റ് ചെയ്യുവാനുള്ള അവസരവും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 29/11/2025 മുതൽ 1/12/2025 മിഡ് നൈറ്റ് വരെ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് 22/2/2026. കണ്ടോ? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ ഡേറ്റുകളെല്ലാം ഓർത്തിരിക്കുക കേട്ടോ. പിന്നീട് സെറ്റിന് അപ്ലൈ ചെയ്യാൻ ഞാൻ മറന്നുപോയി, അവസാനം അപേക്ഷിക്കാമെന്ന് കരുതി മാറ്റി വെച്ചിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുക. വെറുതെ അപ്ലൈ ചെയ്താൽ മതിയോ? പോരാ, കൃത്യമായി ഡേറ്റാസൊക്കെ അറിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് പാസ്സാകുന്നതിനുള്ള മാർക്കിൽ ഇളവ് ലഭിക്കുന്നതിന് അർഹരായ പരീക്ഷാർത്ഥികളുടെ പരീക്ഷാഫലം അവർ ഓൺലൈൻ ആയി സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം അവിടെ വിവരങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇളവ് ലഭിക്കുമോ? ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം മിക്ക കുട്ടികൾക്കും സംഭവിച്ചതാണ്. മാർക്ക് ഇളവ് അവിടെ ലഭിക്കാത്തതിൻ്റെ പേര് എന്ത് ചെയ്തു? സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാതെ പോയി. റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ടവരാണോ? കൃത്യമായ വിവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ കൊടുക്കുക. പിന്നീട് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നന്നായിട്ട് പഠിച്ചു വന്ന കുട്ടികളായിരിക്കും. എത്രത്തോളം സങ്കടം ഉണ്ടായിരിക്കും അല്ലേ? ഇത്തരത്തിലുള്ള മാർക്ക് ഇളവിന് വേണ്ടി പിന്നീട് സമർപ്പിക്കുന്ന അപേക്ഷകളോ സർട്ടിഫിക്കറ്റുകളോ സ്വീകരിക്കുന്നതല്ല. പിന്നീട് മാർക്ക് ഇളവിന് വേണ്ടി സർട്ടിഫിക്കറ്റുകളും അപേക്ഷകളും സമർപ്പിച്ചവരുണ്ട്. പക്ഷെ എന്ത് ചെയ്തില്ല? ഫലം കണ്ടില്ല. അപ്പം അത് അവരുടെ പ്രോസ്പെക്ടസിൽ വളരെ കൃത്യമായിട്ടത് കൊടുത്തിട്ടുണ്ട്. അപ്പം മാർക്ക് ഇളവിന് അർഹരായിട്ടുള്ള പരീക്ഷാർത്ഥികളുടെ പാസ് സർട്ടിഫിക്കറ്റുകൾ അവർ നൽകുന്ന ജാതി ഓർ വിഭാഗം സംബന്ധിച്ച അസൽ രേഖകളുടെ ഒറിജിനലാണ് ആവശ്യപ്പെടുന്നത്. അസൽ രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നൽകുകയുള്ളൂ. അപ്പം വിജയിച്ച പരീക്ഷാർത്ഥികളുടെ അപേക്ഷയും അനുബന്ധ രേഖകളും മാത്രമേ പരിശോധനയ്ക്ക് വിധേയമാക്കുകയുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പലരും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. എഡിറ്റിങ്ങിന് സമയമുണ്ട്, മറക്കണ്ട. ആ സമയം നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ഇനി സെറ്റ് ജനുവരി 2026 അപേക്ഷ സമർപ്പിക്കുന്ന കാലയളവിൽ സാധുവായ, ശ്രദ്ധിക്കുക, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സെറ്റ് പാസ്സായവരുടെ സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷയോടൊപ്പം പരിഗണിക്കുകയുള്ളൂ. നമുക്കറിയാം നോൺ ക്രിമിലിയർ
സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷമാണ്. ഇപ്പൊ സെറ്റ് ജാനുവരി 2026 അപേക്ഷ സമർപ്പിക്കുന്ന കാലയളവിൽ സാധുവായ എന്ന് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സെറ്റ് പാസ്സായവരുടെ സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷയോടൊപ്പം പരിഗണിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ കമന്റ് ബോക്സുകളിലൊക്കെ കാണാവുന്ന ഒരു കാര്യമാണ് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുകളുടെ കാര്യം. കഴിഞ്ഞ ഒരു വെബിനാറിൽ കൂടെ ഒരു കുട്ടി ചോദിച്ചതാണ്, 2017 എടുത്ത നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് മതിയോ എന്ന് മിസ്സിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. SSLC ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് തന്നെ ആയിരിക്കണം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന അപേക്ഷയിൽ നൽകേണ്ടത്. തെറ്റിച്ചു കൊടുത്ത ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പോൾ ഉള്ള ഹസ്ബൻഡ് പേര് ഓർമ്മിക്കാതെ കൊടുക്കും അല്ലേ. പേരിനോടൊപ്പം അത് പറഞ്ഞ് എന്ത് ചെയ്യും, പഴകും. പക്ഷേ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരത് വിട്ടുപോകും. അപ്പൊ എന്ത് ചെയ്യുക, SSLC ബുക്കിലുള്ള പേര് തന്നെ അവിടെ കൊടുക്കുക. ഈ പേരായിരിക്കും സെറ്റ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുന്നത്. തെറ്റ് സംഭവിക്കരുത് കേട്ടോ. നോക്കൂ, പരീക്ഷ എഴുതുന്ന ജില്ലയും വിഷയവും തെറ്റുകൂടാതെ പൂരിപ്പിക്കണം. തെറ്റ് വരുത്തരുത്. പരീക്ഷ എഴുതുന്ന ജില്ലയും വിഷയവും തെറ്റുകൂടാതെ പൂരിപ്പിക്കുക. പരീക്ഷാർത്ഥി ആവശ്യപ്പെട്ടിരിക്കുന്ന ജില്ലയിൽ മാത്രമേ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുകയുള്ളൂ. പിന്നീട് മാറ്റം ചോദിച്ചാൽ കിട്ടോ? ഇല്ല. ഏത് ജില്ലയാണോ നിങ്ങൾ അപേക്ഷയിൽ കൊടുക്കുന്നത് ആ ജില്ല മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി അനുവദിച്ചു കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അടുത്ത പരീക്ഷാ കേന്ദ്രങ്ങൾ. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ജില്ലകളും അതിൻ്റെ കോഡുകളും ഇംഗ്ലീഷിലുള്ള, അതായത് പ്രോസ്പെക്ടസിൽ അവിടെ ഒരു ഖണ്ഡിക പറഞ്ഞിട്ടുണ്ട്, ഖണ്ഡിക 10 കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എടുത്തു നോക്കുക കേട്ടോ. അപേക്ഷ അയക്കുമ്പോൾ തന്നെ പരീക്ഷാർത്ഥിക്ക് പരീക്ഷ എഴുതുവാനുള്ള ജില്ല തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന ആ ഖണ്ഡിക 10 നിങ്ങൾ നോക്കുക കേട്ടോ. അതിനുശേഷം ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, ജില്ലകൾ മാറ്റി നൽകുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ജില്ലയിലെയും പരീക്ഷാ കേന്ദ്രങ്ങൾ LBS സെന്റർ ഡയറക്ടർ തീരുമാനിക്കുകയും അവ ഓൺലൈനായി ലഭിക്കുന്ന അഡ്മിറ്റ് കാർഡ് മുഖാന്തരം പരീക്ഷാർത്ഥികളെ അറിയിക്കുന്നതുമാണ്. ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിക്കാത്തവർ ഒത്തിരി പേരുണ്ട്. പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ അഡ്മിറ്റ് കാർഡ് എങ്ങനെയായിരിക്കും? മേൽപ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പരീക്ഷാർത്ഥികൾക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡുകൾ ഓൺലൈനായി LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുകയുള്ളൂ. അപ്പൊ ഇത് ലഭിച്ചു തുടങ്ങുന്ന തീയതി പ്രമുഖ പത്രങ്ങളിലും അതുപോലെ LBS സെന്ററിന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. മനസ്സിലായി? പ്രമുഖ പത്രങ്ങൾ വെറുതെ വായിച്ചാൽ മതിയോ? LBS സെന്ററിന്റെ അറിയിപ്പുകൾ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രമുഖ പത്രങ്ങൾ വായിച്ചാൽ മതിയോ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ GK പേപ്പർ അല്ലേ, ജനറൽ പേപ്പറിൽ കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. വളരെ ഡീപ്പായിട്ട് തന്നെ ഇത് ചോദിക്കാറുണ്ട്. ഇവിടെ പത്രങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ പല ഉദ്യോഗാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ്, അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ദിവസവും പത്രം വായിക്കുക, കറണ്ട് അഫയേഴ്സ് വളരെ ഡീപ്പായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. ഓരോ ചോദ്യവും നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങൾ ഓരോന്നും അനലൈസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ആ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ വന്നില്ല എന്നിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് മനസ്സിലാക്കി പഠിക്കുക അല്ലേ. അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സബ്ജക്റ്റ് നോളജ് മാത്രം പോരാ, കറണ്ട് അഫയേഴ്സ് അറിയണം. GK പേപ്പർ, ജനറൽ പേപ്പറിൻ്റെ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു യൂട്യൂബ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം ജനറൽ പേപ്പറിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെന്ന്. 10ാം ക്ലാസ് ലെവൽ മുതലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് അല്ലേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ 10ാം ക്ലാസ് ലെവലിലാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതിൽ നിന്ന് നിങ്ങളുടെ PG ലെവലിലുള്ള ചോദ്യങ്ങൾ വരെ ചോദിക്കാം.
അല്ലേ? അപ്പം അതറിഞ്ഞു വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പം മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? പലരുടെ ആശങ്കയാണ്, NEP പൂർണ്ണമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ സെറ്റ് എക്സാം എഴുതിയിട്ട് കാര്യമുണ്ടോ? പലരും ചോദിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്കാണ് കാര്യമുള്ളത്, അല്ലേ? നിങ്ങൾക്കാണ് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത്. നോക്കൂ, NEP എന്താണ്? ഈ NEP പൂർണ്ണമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ സ്കൂളുകളിൽ വരുന്ന പാറ്റേൺ എങ്ങനെയാണ്? 5+3+3+4 എന്ന പാറ്റേൺ ആണ്. ഈ സിസ്റ്റമാണ് അവിടെ കൊണ്ടുവരിക. 5 എന്താണ്? ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. അവിടെ പ്രീ സ്കൂൾ, അംഗൻവാടി വരും, ബാലവാടി, ക്ലാസ് 1 and 2 ഇത്രയാണ് അവിടെ വരിക. ഫൗണ്ടേഷണൽ സ്റ്റേജ്. അടുത്ത 3 പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അവിടെ ക്ലാസ് 3 to 5 ആണ് വരിക. ഇനി മിഡിൽ സ്റ്റേജിലാണെങ്കിലോ ക്ലാസ് 6 to 8 ആണ്. 4 സെക്കൻഡറി സ്റ്റേജിലാണെങ്കിലോ ക്ലാസ് 9 to 12 ആണ്. ഇവിടെയാണ് നിങ്ങൾക്ക് കാര്യം, അല്ലേ? ഇപ്പൊ ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ, അല്ലെ, 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ എന്തായിരിക്കാം? ഒരു പക്ഷേ ഡിഗ്രി B.Ed+ കേട്ടിട്ട് കാറ്റഗറി 3 മാത്രം പാസ്സായവരായിരിക്കാം. ഇവിടെ നിങ്ങൾ PG പാസ്സായ നിങ്ങൾ, സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവർക്ക് അവിടെ സ്ഥാനമുണ്ടോ? ഇല്ല, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9 മുതൽ 12 ക്ലാസ് വരെ അവിടെ ക്വാളിഫിക്കേഷൻ മാറുകയാണ്. അവിടെ PG വരികയാണ്. PG വരുമ്പോൾ എന്ത് പാസ്സാകണം? സെറ്റ് എക്സാം പാസ്സാകണം, അല്ലേ? സെറ്റ് എക്സാം തന്നെയാണ് പാസ്സാകേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു ക്വാളിഫയിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്കവിടെ പറയാൻ പറ്റില്ല എന്ന് കരുതി സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തവരെ എന്ത് ചെയ്യില്ല? ഒഴിവാക്കില്ല. മനസ്സിലായോ? അപ്പോൾ സെറ്റ് എക്സാമിൻ്റെ കാഠിന്യം, ഡിഫിക്കൽട്ടി ലെവല് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ പാറ്റേൺ ഒക്കെ ചേഞ്ച് ആകുമ്പോൾ എന്ത് സംഭവിക്കാം? മറ്റൊരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണെങ്കിൽ അവിടെ ഡിഫിക്കൽട്ടി ലെവല് ഇതിനേക്കാൾ കൂടാം. നിങ്ങൾക്കറിയാം, അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? അപ്പോൾ ഈ ഒരു സെറ്റ് എക്സാം, സെറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സിലബസ് കാണുമ്പോൾ വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ്. ഇവിടെ CCയിൽ അങ്ങനെയൊന്നും അല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സിലബസ് കണ്ട് നിങ്ങൾക്ക് പേടിക്കുകയൊന്നും വേണ്ട. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എന്താണോ എക്സാമിന് വരുന്നത് അത് മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. 2011 മുതൽ 2025 ഈ കഴിഞ്ഞ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങളെ മുന്നോട്ട് നയിക്കണമെന്ന് ഓരോ ടീച്ചറിനും ഇവിടെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ റിസൾട്ടും നിങ്ങൾ കണ്ടു കാണും, അല്ലേ? CCയുടെ റിസൾട്ട് എല്ലാം നിങ്ങൾ കണ്ടതല്ലേ, അല്ലേ? വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമായിരുന്നു. അത്രയും റിസൾട്ടുകളാണ് നമ്മുടെ CCയിലുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ഈ 4th സ്റ്റേജ് നിങ്ങൾ മറക്കണ്ട. ഇത് നിങ്ങൾക്കുള്ളതാണ്. ക്ലാസ് 9 to 12 വരെ പഠിപ്പിക്കാനുള്ള നിങ്ങളുടെ ചാൻസ്. അപ്പം NEP പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ ആശങ്കപ്പെടണോ? വേണ്ട. നിങ്ങൾ PG പാസ്സായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തും കൂടെ പാസ്സായാൽ മതി, സെറ്റും കൂടെ പാസ്സായാൽ മതി. മനസ്സിലായി? അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു. സ്മാർട്ട് സ്റ്റഡി ബാച്ചാണ്. 90 ഡേയ്സിൻ്റെ സ്മാർട്ട് സ്റ്റഡി ബാച്ചാണ്. 120 ഡേയ്സിൻ്റെ ബാച്ച് ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം നല്ല തകൃതിയായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അപ്പം ഇനിയും സമയം വൈകിട്ടില്ല. എന്ത് ചെയ്യാം? താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം ജോയിൻ ചെയ്യുക. സമയം വൈകിട്ടില്ല. ഇനിയുണ്ട് നിങ്ങളുടെ മുന്നിൽ ദിവസങ്ങൾ. ഫെബ്രുവരി 22 വരെ ദിവസമുണ്ട്, അല്ലേ? അപ്പോൾ വെറുതെയാണോ പഠിക്കുന്നത്? ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിലബസ് അല്ല, CC നൽകുന്ന ഒരു സിലബസ് ഉണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് ആപ്പിലെ ക്ലാസ്സുകളുടെ സഹായത്തോടുകൂടി, ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് നിങ്ങൾ പഠിക്കുന്നത്. വീക്ക്ലി എക്സാംസ് ഉണ്ടാകും, റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ? താഴെയാണ് കിടക്കുന്നതെങ്കിൽ മുകളിലേക്ക് വരാൻ ഒരു ഊർജ്ജം ഉണ്ടാകും, അല്ലേ? ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ആന്തരിക അഭിപ്രേരണ ഉണ്ടാകും, അല്ലേ? ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാകും.
അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? മറ്റു കുട്ടികളുടെ മാർക്ക് കാണുമ്പോൾ പഠിച്ചു മുന്നേറാൻ നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ ഇപ്രാവശ്യത്തെ സെറ്റ് നിങ്ങളെല്ലാവരും ക്രാക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ചാനലുകളിൽ ഒരുപാട് ക്ലാസ്സുകൾ, എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? തീർച്ചയായും താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 90 ഡേയ്സിൻ്റെ സ്മാർട്ട് സ്റ്റഡി ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.